സുഹൃത്തുക്കളെ, ഗീബത്തിൻ്റെ ഗൗരവം. എന്നാൽ ആ ഗീബത്ത് പറയൽ അനുവദിക്കപ്പെടുന്ന ചില പ്രത്യേക സന്ദർഭങ്ങൾ. وعن فاطمة بنت قيس رضي الله عنها قالت أتيت النبي صلى الله عليه وسلم فقلت إن أبا الجهم ومعاوية خطباني قال رسول الله صلى الله عليه وسلم أما معاوية فصعلوك لا مال له وأما أبو الجهم فلا يضع العصا عن عاتقه متفق عليه. وفي رواية لمسلم وأما أبو الجهم فضراب للنساء وهو تفسير لرواية لا يضع العصا عن عاتقه وقيل معناه كثير الأسفار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമീപത്തേക്ക് മൂന്നാളുകളെക്കുറിച്ച് വിവാഹാന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണങ്ങൾ വരുമ്പോൾ അവിടെ പറയേണ്ടത് പറയണമെന്ന്. അതിനുപോൽബലകമായൊരു സംഭവമാണിപ്പത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയാണ്. ഇതേതാ ഫാത്തിമ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ മോളായ ഫാത്തിമയല്ല, ഖൈസിൻ്റെ പുത്രി, ഖൈസിൻ്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതാണ് ഫാത്തിമ ബിൻത്ത് ഖൈസ്. അവർ പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചു. അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ വിഷയം തന്നെയാണിത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. അവരെയാണ് മൂന്നാൾ കല്യാണം അന്വേഷിച്ചിട്ടുള്ളത്. ആരൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്? അബുൽ ജഹം എന്ന് പറയുന്ന സഹാബി കല്യാണം അന്വേഷിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സഹാബി കല്യാണം അന്വേഷിച്ചിട്ടുണ്ട്. ഉസാമ കല്യാണം അന്വേഷിച്ചിട്ടുണ്ട്. മൂന്നാൾ കല്യാണം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ രണ്ടാളെക്കുറിച്ച് ഇന്ന അബൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇന്ന അബൽ ജഹ്മി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് പോയിട്ട് പറയാണ്, ഇന്ന അബൽ ജഹ്മി, തീർച്ചയായും അബുൽ ജഹ്മും മുആവിയയും ഖതബാനി, അവർ ഇരുവരും എന്നെ വിവാഹം അന്വേഷിക്കുന്നു. ഖതബ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഖുതുബ നടത്തി എന്നല്ല. ഖതബ എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചു നടത്തണ്ട. ഇവിടെ ഖതബ എന്ന് പറഞ്ഞാൽ വിവാഹാന്വേഷണവുമായി വന്നു എന്നാണ് ഇവിടെ അർത്ഥം. അപ്പൊ ഖതബ, അവർ രണ്ടാളും വിവാഹം അന്വേഷിച്ചിരിക്കുന്നു നീ എന്നോട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? രണ്ടാളെ കുറിച്ചും അഭിപ്രായം പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മാ മുആവിയ, നിങ്ങളോട് വിവാഹം അന്വേഷിച്ചവരിൽപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ഫസഅലൂകുൻ ലാ മാല ലഹു, അയാൾ പരമദരിദ്രനാണ്. സഅലൂകുൻ ലാ മാല ലഹു, ദരിദ്രനാണ്. വിവാഹ ജീവിതത്തിലേക്ക് ആവശ്യമായ നിലക്കുള്ള ചെലവൊന്നും തരാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. സമ്മതാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അത് ഇപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു അത് കേട്ടാൽ ഇഷ്ടാവുമോ? ഇഷ്ടാവൂലല്ലോ, ഇഷ്ടാവൂല. കാരണം ദരിദ്രനാണ് എന്നാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വിവാഹത്തിന് മുടക്ക് ഏർപ്പെടുത്തലല്ലേ അത്. അപ്പോൾ അങ്ങനെ ഒരറിയാവുന്നൊരു കാര്യം അത് കാലേ കൂട്ടി പറഞ്ഞു കൊടുക്കേണ്ടി വന്നാൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന് വിരോധമല്ല. സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇപ്പം നമ്മളും പറയലോ, ഒരാൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിചാരിക്കുന്ന അത്രയൊന്നും ഇല്ല. അവരുടെ ഒരു ഏകദേശം ഒരു ഇടത്തരം കുടുംബമാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കാണൊക്കെ മുന്നിലാണ് എന്നൊക്കെ എന്താണെങ്കിൽ നമുക്ക് പറയാലോ. അപ്പം ചില ആളുകൾ അങ്ങനെ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ അത് പറയേണ്ടി വരുന്നിടത്തത് പറയാം. അപ്പം അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്. അമ്മാ അബുൽ ജഹ്മി, എന്നാൽ അബുൽ ജഹ്ം ഉണ്ടല്ലോ നിങ്ങളോട് പറഞ്ഞ ആള്, ഫലാ യളഉൽ അസാ, അദ്ദേഹം വടി താഴെ വെക്കൂല. വളഅ എന്ന് പറഞ്ഞാൽ വെച്ചു, ഫലാ യളഉ അദ്ദേഹം വെക്കൂല, അൽ അസാ എന്ന് പറഞ്ഞാൽ വടി, അൻ ആതിഖിഹി അദ്ദേഹത്തിന്റെ ചുമലിൽ നിന്ന് അദ്ദേഹം വടി താഴെ വെക്കൂല എന്നാണ്. എന്താ അങ്ങനെ പറഞ്ഞ അതിൻ്റെ അർത്ഥം? ഇതിപ്പോൾ ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതേ അവസരത്തിൽ ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലുള്ളത് എന്താണ്? അമ്മാ അബുൽ ജഹ്മി ഫദറാബുൽ ലിന്നിസായി, പെണ്ണുങ്ങളെ വല്ലാതെ അടിക്കുന്ന ആളാണ്. അപ്പോൾ ചുമലുമെന്ന് വടി താഴെ വെക്കൂല എന്ന് പറഞ്ഞാൽ മൂപ്പര് പെണ്ണുങ്ങളെ നല്ല തല്ലും. അതാണ് കംപ്ലൈൻറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതും പോയി. പിന്നെ ഉസാമ റളിയല്ലാഹു അൻഹുവിനെയാണ് പിന്നെ തർക്കമില്ല നല്ല ആളാണ് എന്ന് പറയുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ വേറെ ഹദീസുകളിലൊക്കെ നിന്ന് പഠിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കും.
അപ്പൊ ലാ യദഉൽ അസാൻ നാതിഖിഹി എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം ഇതാണ് പ്രബലമായത്. എന്നാൽ അതല്ല ഇതിൻ്റെ ഉദ്ദേശമെന്ന് വേറെ ചില പണ്ഡിതന്മാർ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇമാം നവവി തുടർന്നുകൊണ്ട് പറയുന്നത്. വഖീല, അതിൻ്റെ വ്യാഖ്യാനമായി പറയപ്പെട്ടിട്ടുണ്ട്, മഅനാഹു, അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ അർത്ഥം എന്താണ്? കസീറുൽ അസ്ഫാരി, അദ്ദേഹം ധാരാളം യാത്ര ചെയ്യുന്ന ആളാണ്, അതാണ് അതിൻ്റെ ഉദ്ദേശം. വീട്ടിലധികം ഉണ്ടാവില്ല, എപ്പോഴും സർക്കീറ്റുകാരനാണ്, ഇടയ്ക്ക് ഇങ്ങനെ ടൂർ പോണ ആളാണ്, യാത്രക്കാരനാണ് എന്നാണ് ആ പറഞ്ഞത് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. അപ്പം രണ്ടർത്ഥവും ഉദ്ദേശിക്കാം, അതും ആവാം ഇതും ആവാം. ഏതായിരുന്നാലും അതൊരു ഒരു താല്പര്യക്കുറവുണ്ടാക്കുന്ന സംസാരം തന്നെയാണല്ലോ അതും. അപ്പം അത് ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോടൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അവിടെ പറയേണ്ടതാണെങ്കിൽ നമ്മൾ പറയുന്നത് നല്ലതാണ്. അതൊരു ഗീബത്തിൽ പരിഗണിക്കപ്പെടുകയോ അതിന് കുറ്റക്കാരാവുകയോ ചെയ്യില്ല. അതേ അവസരത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അടിവരയിട്ട് പ്രത്യേകം മനസ്സിലാക്കണം. അതാ വ്യക്തിക്ക് പെണ്ണ് കിട്ടരുത്, അല്ലെങ്കിൽ അതിൻ്റെ കുട്ടിനെ ആരും കെട്ടിക്കൊണ്ടുപോകരുത് എന്ന ദുരുദ്ദേശം കൊണ്ടൊക്കെ ആകുമ്പോൾ അത് കടുത്ത ഹറാമാകും. നേരെ മറിച്ച് ഞാനാണ് ആ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും എന്ന സതുദ്ദേശാർത്ഥം മാത്രമാണെങ്കിൽ അത് അനുവദിക്കപ്പെട്ടൊരു കാര്യമാകുന്നു എന്നാണ് ഈ സംഭവവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമുക്ക് അനുവദിക്കപ്പെട്ടത് മാത്രം ചെയ്യുന്നവരിൽ, അള്ളാഹു നിഷിദ്ധമാക്കിയ സംഗതികളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി